എല്ലാവർക്കും ടെക്ലേമത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാവ ബ്ലേസ് എക്സ് എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ജൂലൈ 12 ലോഞ്ച് ആവും ഉച്ചയ്ക്ക് 12 മണിക്ക്. നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കും കാണൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 8.5 mm തിക്നെസ് വരുന്നത്, 210 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ബാക്കാണ് വരുന്നത്, കാരണം എല്ലാ ലാവ ഫോണുകളും ഗ്ലാസ് ബാക്കായിട്ടാണ് വരുന്നത്. പിന്നെ ഫ്രെയിമിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരാൻ സാധ്യത കൂടുതൽ, കാരണം ടീസറിലൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളൊരു മെറ്റൽ ഫ്രെയിം എന്നൊക്കെ തോന്നും. ഒരു മെറ്റാലിക് ഫിനിഷൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും. മെറ്റൽ ഫ്രെയിം വരുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ IP റേറ്റിങ്ങിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഡിസൈനിൻ്റെ കാര്യം നമ്മൾ എന്താ പറയുക, ഓവറോൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ ബാക്കിൽ നമുക്ക് ക്യാമറ ഡിസൈനൊക്കെ റൗണ്ട് ആയിട്ടാണ് വരുന്നത്, റൗണ്ട് ക്യാമറ ഡിസൈനാണ്. പിന്നെ കർവ്ഡ് ഇന്നാണ് ആ ഗ്ലാസ് ബാക്ക് പുറകിൽ, സോ അതുകൊണ്ട് തന്നെ ഇൻഹാൻഡ് ഫീലൊക്കെ അടിപൊളിയായിരിക്കും. ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ കർവ്ഡ് AMOLED പാനലാണ് വരുന്നത്. 950 നിറ്റ്സ് ബ്രൈറ്റ്നസ്, 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, കാരണം ഒരു കുറവുകളും ലാവ വരുത്തിയിട്ടില്ല. അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ കർവ്ഡ് ആണെന്നേ ഉള്ളൂ, ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക. ഇനി ഒരേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കറിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്, ഞാൻ പറയാം. നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. പിന്നെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു ഡെഡിക്കേറ്റഡ് ഗ്രില്ലില്ല. മേള് ഭാഗത്ത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഗ്രില്ല് കാണിക്കുന്നില്ല. താഴത്തെ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രില്ലുണ്ട്, മേളിൽ ഡെഡിക്കേറ്റഡ് ഗ്രില്ലില്ല. മേ ബി അവരൊരു ഇയർ പീസ് ചിലപ്പോൾ ഒരു സെക്കൻഡ് സ്പീക്കറായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലെങ്കിൽ പണിയാവും. സോ ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കേണ്ടതാണ്, വരുവാണെങ്കിൽ അത്രയും നല്ലത്. പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ MediaTek Dimensity 7050 ആണ് വരുന്നത്. 6 nm പ്രോസറാണ്. നമുക്കിതിൻ്റെ സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. ഇനി ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 5,78,522 വരുന്നത്. CPU 1,85,298, GPU 1,11,921 വരുന്നത്. സോ അടിപൊളി പെർഫോമൻസ് ഉള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ഡേ ടു ടാസ്കിൽ ഒരു കുറവുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരാൻ പോകുള്ള, ഗെയിമിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഡുവൽ ക്യാമറയായിട്ട് വരുന്നത് ഒരു 64 MP പ്രൈമറി സെൻസർ, സോണി IMX682 ആണെന്നാണ് പറയുന്നത്. 4K 30 FPS ആണ് വരുന്നത്. പിന്നെ സെക്കൻഡറി ആയിട്ട് 8 MP അൾട്രാ വൈഡ് 1080p 30 FPS. സെൽഫി ഒരു 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്, 1080p 30 FPS. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഓൺ പേപ്പർ. കാരണം എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാ സ്മാർട്ട് ഫോൺസും 50 MP ആയിട്ടാണ് വരുന്നത് പ്രൈമറി. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ 16 ആണ്. സോ നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും കിട്ടുന്നുണ്ട്. ഇനി ഓസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരിക. 2 വർഷമാണ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബെറ്റർ ആക്കിയാൽ മതി ലാവാം. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട് ചാർജർ വരുന്നുണ്ട് ബോക്സിൽ. സോ ബാറ്ററി കപ്പാസിറ്റി അടിപൊളിയാണ്. ചാർജിങ് അത്യാവശ്യം നല്ലതാണ്. ഒരു മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാകും 0 to 100 ഇനി കണക്റ്റിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ആണ്. Wi-Fi 5 ആയിരിക്കും. Bluetooth 5.3, USB Type-C 2.0. പിന്നെ പ്രൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വേരിയൻ്റാണ് വരുന്നത്. 4GB 128, 6GB 128, 8GB 128. എക്സ്പെക്റ്റഡ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 14,000 ആണ്. മിക്കവാറും 4GB 128 ആയിരിക്കും. ആ വേരിയൻ്റ് ഒരിക്കലും പോയി എടുക്കരുത്. മിനിമം ഒരു 6GB 128 എങ്കിലും എടുക്കുക. അതൊരു 15K ആണ് സാധ്യത കൂടുതൽ. ആ പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഫോണാണത്, കാരണം ഡിസൈൻ അടിപൊളിയാണ്, ഡിസ്പ്ലേ പൊളിയാണ്. പിന്നെ ആകെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ആ ഓഡിയോയുടെ കാര്യത്തിലുള്ളൂ. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും, അല്ലാണ്ടാണെങ്കിൽ ഒരു കുറവായിരിക്കും ശരിക്കും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന്. പിന്നെ പെർഫോമൻസ് പൊളിയാണ്, ക്യാമറ അടിപൊളിയാണ്. എല്ലാം ഒരു കുറവ് പറയാനുള്ളത് ആ സ്പീക്കറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആ ഓഡിയോയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുകൊണ്ട് കിടുക്കം ഫോണാണ് 15K. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.